Good morning all of you. I here introduces the subject Legal Environment for Cooperatives, one of the specialization paper for BCom Corporation students. This subject includes 5 modules. Out of these 5 modules, 2 modules are shared with Manju Miss. Today I start the second module, Cooperative Legislation in India. Cooperative Legislation in India. This chapter includes some acts. Number 1, Indian Cooperative Credit Societies Act 1904, Indian Cooperative Credit Societies Act 1912, Multi-State Cooperative Societies Act 1984 and 2002, Model Cooperative Societies Act 1991, Constitution Act 2011, and one of the committee report, Vaidyanathan Committee report. ഇത്രയും ടോപ്പിക്സുകളാണ് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയതുകൊണ്ടും നമുക്ക് ഇതിൽ ലെജിസ്ലേഷൻ ആയതുകൊണ്ടും റൂൾസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസുകളാണ് ഈ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസുകളും റെഗുലേഷൻസുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലോ ആണ് ഈ സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. First of all, we shall study the topic Indian Cooperative Societies Act 1904. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ള വർഷം 1904 ആണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ 19th സെഞ്ച്വറിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും 17th സെഞ്ച്വറീസ് മുതൽ പല ലോക രാഷ്ട്രങ്ങളിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുടെ ആ മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 17th സെഞ്ച്വറിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് റോബർട്ട് ഓവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് റോബർട്ട് ഓവൻ. ഇപ്പോൾ 17th സെഞ്ച്വറിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 18th സെഞ്ച്വറിയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൺട്രിക്ക് ഒരുപാട് ഇക്കണോമിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളും അതുപോലെ തന്നെ അതിലുള്ള മെമ്പേഴ്സിന് ഒരു ഇക്കണോമിക്കലി പ്രൊമോഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഐഡിയോളജി ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ 19th സെഞ്ച്വറിയിലാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 18th സെഞ്ച്വറിയിൽ ഫസ്റ്റിലെ ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വേൾഡിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു റൊക്കഡൈൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി. റൊക്കഡൈൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന സൊസൈറ്റിയാണ് വേൾഡിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇന്ത്യൻ ആക്ട് കൊണ്ടുവരുന്നതിൽ ഒരു ഐഡിയോളജി ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18th സെഞ്ച്വറിയിൽ തന്നെ 1852 ജർമ്മനിയിൽ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്. ഫ്രെഡറിക് വില്യം റെഫീസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ജർമ്മനിയിലെ റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇയറിൽ തന്നെ 19th സെഞ്ച്വറിയുടെ മിഡിലായപ്പോൾ റൂറൽ ഏരിയയിലും ഷെൽസ് ഡെലിഷ് എന്ന് പറയുന്ന വ്യക്തി അർബൻ ഏരിയയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഐഡിയോളജി ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 1904 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ആക്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. എന്ന് മുതലാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 19th സെഞ്ച്വറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളുടെ റൂൾസുകളും റെഗുലേഷൻസുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആക്റ്റുകൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ആദ്യമായി പറഞ്ഞതാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, ദെൻ
Indian Cooperative Credit Societies Act 1912, Multi-Cooperative Societies Act, Model Cooperative Societies Act, Constitution Act. അങ്ങനെ പറയുന്ന ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിയമാനുസൃതം അത് ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിയമാനുസൃതം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. അപ്പോൾ ആ ഒരു ആക്ടിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന സെക്ഷൻസുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം റൂൾസുകളും റെഗുലേഷൻസുകളാണ് ഈ ആക്ട് പ്രകാരം നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം വളരെ ഡീപ്ലി നമുക്ക് ഈ ടോപ്പിക്കുകൾ ഓരോന്നും പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റാർട്ട് ദ ആക്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ഇതിന് 29 സെക്ഷൻസുകളാണുള്ളത്. 29 സെക്ഷൻസുകളാണ് ഈ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്റ്റിൽ പറയുന്നത്. ആ 29 സെക്ഷൻസിലെ കണ്ടൻസുകളാണ് നമുക്ക് ആദ്യമായി ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ കണ്ടൻസ് ഇൻക്ലൂഡഡ് ഇൻ ദി ആക്ട് അണ്ടർ ദി 29 സെക്ഷൻസ്? നമ്പർ 1, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ റെഗുലേറ്ററി അതോറിറ്റി. നമ്പർ 1 പോയിന്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്ററി അതോറിറ്റി. അതായത് നമുക്ക് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കഴിഞ്ഞാലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, അതിനെ ഗവേൺ ചെയ്യാനായിട്ട് ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം. ആ അതോറിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഫസ്റ്റ് കണ്ടന്റ്. ദ ടോപ്പ് അതോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എംപവേർഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് രജിസ്ട്രാർ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട്, ടോപ്പ് അതോറിറ്റി ആയിട്ട് എംപവേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് രജിസ്ട്രാർ. അപ്പോൾ ഫസ്റ്റ് കണ്ടൻറ്റിൽ ഒരു രജിസ്ട്രാർ ആരാണ്, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ റൂൾസുകൾ, റെഗുലേഷൻസുകൾ, അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അതോറിറ്റി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. പല ബിസിനസ് ഓർഗനൈസേഷൻസുകളുണ്ട്. നമ്മൾ കമ്പനി പഠിച്ചിട്ടുണ്ടായിരിക്കും, പാർട്ട്ണർഷിപ്പ് ഫേം പഠിച്ചിട്ടുണ്ടായിരിക്കും, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് ഓർഗനൈസേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതുപോലെയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു വൺ ഓഫ് ദി മെയിൻ ഫീച്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് മാത്രം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഫിഷേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം അതിൽ വരുന്ന മെമ്പേഴ്സ് ആ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അവരുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും പ്രൊമോഷനും വേണ്ടി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തതാണ് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും. അപ്പോൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രിൻസിപ്പിൾസുകൾ അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷൻ പോലെ കുറേ ഷെയറുകൾ എടുക്കുക, ആ ഷെയറിനനുസരിച്ച് കൊണ്ട് ലാഭം ഉണ്ടാവുക, അവർക്ക് നല്ല എക്സിക്യൂട്ടീവായിട്ടുള്ള പവർ ഉണ്ടാവുക, ഇങ്ങനെയൊന്നല്ല. ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള റൈറ്റാണ് എല്ലാ മെമ്പേഴ്സിനും പറഞ്ഞാൽ, ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള റൈറ്റാണ്. കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടയിൽ ഒരു കോർഡിനേഷൻ, കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു കോർഡിനേഷനോട് കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി റൺ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓപ്പൺ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പേഴ്സ് ആവാം. ആ ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്താണോ അതിനോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് അതിൽ മെമ്പേഴ്സ് ആവാം. ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള പല സ്പെഷ്യാലിറ്റിയുമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അതോറിറ്റേറ്റീവ് പവർ, ടോപ്പ് അതോറിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി രജിസ്ട്രാർ. രജിസ്ട്രാർക്കാണ് അതിൻ്റെ ടോപ്പ് അതോറിറ്റി. അപ്പോൾ രജിസ്ട്രാറിന് ഇപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെയും റെഗുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു രജിസ്ട്രാറിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രജിസ്ട്രാർക്കാണ് ടോപ്പ് അതോറിറ്റി. അങ്ങനെയുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ആക്റ്റിൽ ഫസ്റ്റ് കണ്ടൻറ്റ് പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എൻ റെഗുലേറ്ററി അതോറിറ്റി. നമ്പർ 2, ഫോർമേഷൻ പ്രൊസീജിയർ, ദെൻ റിക്വയർമെൻറ്റ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ്
റെഗുലേഷൻ. ഫോർമേഷൻ പ്രൊസീജിയർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ഹൗ ദ സൊസൈറ്റി ഈസ് ഫോംഡ് ആൻഡ് വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ നീഡഡ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത്. ഒരു സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് ആക്ട് പ്രകാരം അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള 10 മെമ്പർമാരുണ്ടെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തോടു കൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചുകൊണ്ട് അവർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സ്റ്റെപ്സുകൾ, റിക്വസിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, ആ സ്റ്റെപ്സുകളെക്കുറിച്ചും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റെഗുലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് കണ്ടന്റിൽ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ പ്രൊസീജിയർ, റെഗുലേഷൻ ഓഫ് ദി സ്റ്റെപ്സ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ procedure. Next is the power to make the bylaw and content of the bylaw. Next content under the section 29 specifies that power to make bylaw. Bylaw എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയുമ്പോൾ നിയമാവലി എന്ന് പറയും. നിയമാവലി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി കഴിഞ്ഞാലും അതിനെ റൺ ചെയ്യാനായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അഫെയേഴ്സുകൾക്കെല്ലാം വേണ്ടി ഒരു ബയലോ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതുപോലെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ദ പാർട്ട്നേഴ്സ് ആർ പ്രിപ്പയർ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ് ഈ ഫേമിൻ്റെ എല്ലാ റൂൾസുകളും റെഗുലേഷൻസുകളും മെൻഷൻ ചെയ്യുന്നത്. ലൈക്ക് വൈസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ടു പ്രിപ്പയർ വൺ ബൈലോ. ബൈലോ എന്ന് പറയുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണോ ഫോം ചെയ്യുന്നത് അതിലുള്ള മെമ്പേഴ്സ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബയലോ പ്രിപ്പയർ ചെയ്യണം. എന്തെല്ലാം കണ്ടൻസുകൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം ആണെങ്കിൽ നമ്മൾ കുറേ ക്ലോസുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ക്ലോസുകൾ ഉണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ലീഗൽ ഒരു ഡോക്യുമെൻ്റ് ആവുള്ളൂ. എങ്കിലേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകോർപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയും എന്ത് ചെയ്യണം, അതിൻ്റെ കണ്ടൻസുകളും അക്കോർഡിംഗ് ടു ദി ആക്ട് അനുസരിച്ച് കൊണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ് സെക്ഷൻ 29 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെമ്പർഷിപ്പ് അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ. മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ് മെമ്പേഴ്സ് ആകാനുള്ള എലിജിബിലിറ്റി. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എല്ലാം ഓപ്പൺ മെമ്പർഷിപ്പാണ്. അപ്പം മെമ്പേഴ്സ് ആകാനുള്ള എലിജിബിലിറ്റി എങ്ങനെയാണ്, ഒരു അക്വിസിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ഈ മെമ്പേഴ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് നെക്സ്റ്റ് കണ്ടന്റ്. അനദർ വൺ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഹൗ ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ്, ഹൗ ഈസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഫയേഴ്സ് ആർ മാനേജ്ഡ്. ആ ഒരു സ്റ്റെപ്പ് കോപ്പറേറ്റീവ് ഈ കണ്ടന്റിൽ പറയുന്നുണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ആ ഗവേണിംഗ് ബോഡിയെ ഈ ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്നത് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അതിന് CEO അല്ലെങ്കിൽ MD എന്ന് പറയുന്ന ആളുണ്ടാവും. തൊട്ട് താഴെയുള്ള ഒഫീഷ്യൽ മാനേജേഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസിങ് അതോറിറ്റി ഉണ്ടാവും, ലോവർ ലെവലായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറല്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോപ്പ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറാണ്. അതിന് താഴെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും ഫോം ചെയ്യുന്ന ലൊക്കാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗവേണിംഗ് ബോഡിയെ എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ബോഡി ഏതാണ്, ഫേമിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അതാണ് കണ്ടന്റിൽ മറ്റൊന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസിങ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദി ഫിനാൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വേരിയസ് ആയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, ഫിനാൻസ് അവൈലബിൾ ആകണമെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സൊസൈറ്റിയുടെ സോഴ്സുകൾ ഏതൊക്കെയാണ്. അനദർ വൺ ഓഡിറ്റ്, സൂപ്പർവിഷൻ ആൻഡ് എൻക്വയറി.
സൊസൈറ്റിയുടെ ഓഡിറ്റ്. നമുക്കറിയാം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ആനുവലി എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 ഇയർ ആയിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസുകൾ, ഇൻസ്പെക്ഷൻ, എന്തെങ്കിലും എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സുകൾ, ഇതൊക്കെയാണ് നെക്സ്റ്റ് കണ്ടൻ്റായിട്ട് പറയുന്നത്. അനദർ വൺ, ഡിസൊല്യൂഷൻ ആൻഡ് ലിക്വിഡേഷൻ. ഇൻ കണക്ഷൻ വിത്ത് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദി ജോയിൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദ rules and procedures are provided in this section, in this content. Dissolution and liquidation. കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസുകളും പ്രൊസീജിയേഴ്സും, ആ റൂൾസും പ്രൊസീജിയേഴ്സും ആണ് നെക്സ്റ്റ് കണ്ടൻറ്റിൽ പറയുന്നത്. ലാസ്റ്റ് വൺ, പീനൽ കോഡ്, പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പീനൽ കോഡ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഇതിലുള്ള കമ്മിറ്റി മെമ്പേഴ്സോ എന്തെങ്കിലും റോങ് ഡൂയിങ്സുകളൊക്കെ വരികയാണെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻസുകൾ എടുക്കാനുള്ള റൂൾസുകൾ അല്ലെങ്കിൽ പ്രൊവിഷൻസുകൾ, മാത്രമല്ല സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് എന്തെല്ലാം പ്രൊട്ടക്ഷൻസുകൾ, എന്തെല്ലാം പ്രിവിലേജസുകൾ, അവർക്ക് കൊടുക്കേണ്ട റൈറ്റ്സുകൾ, ഇതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസുകളാണ് ടോട്ടലി ഈ പറയുന്ന പീനൽ കോഡ് പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സിൽ പറയുന്നത്. ദീസ് ആർ ദി കണ്ടൻസ് ഓഫ് ദിസ് ആക്ട് അണ്ടർ സെക്ഷൻ 29. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അതോറിറ്റി, ഫോർമേഷൻ, പ്രൊസീജിയർ ആൻഡ് രജിസ്ട്രേഷൻ, ദെൻ പവർ ടു മേക്ക് ദ ബൈലോ, മെമ്പർഷിപ്പ്, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഫിനാൻസിങ്, ഓഡിറ്റ്, inspection and supervision, dissolution and liquidation. Last one, penal code and protection of consumers and members. ഇത്രയും പോയിൻറ്റ്സുകൾ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ സെക്ഷനിലെ ആക്റ്റിൽ പറയുന്ന കണ്ടൻസുകൾക്ക് പുറമെ ചില പ്രൊവിഷൻസ്, കുറേ കൂടെ നിയമാവലികൾ ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. ആ നിയമാവലികളാണ് പ്രൊവിഷൻസ് ഓഫ് ദി ആക്റ്റിൽ പറയുന്നത്. നമ്പർ 1, 10 members to form a cooperative society. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 അനുസരിച്ച് കൊണ്ട് 10 members ഉണ്ടായിരിക്കണം. 10 members ഷാൽ ഓർഗനൈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് സിമിലർ ഒബ്ജക്റ്റുള്ള ഒരേ കാസ്റ്റിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഒക്യുപ്പേഷനിലോ സെയിം കൺട്രി വില്ലേജിലോ അല്ലെങ്കിൽ ആ ഏരിയയിലോ ഉള്ള 10 വ്യക്തികളെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു റൂറൽ ആൻഡ് അർബൻ. The liability of the rural cooperative societies are unlimited and the liability of the urban cooperative societies are limited. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊവിഷനിൽ പറയുന്നുണ്ട്, രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാം. റൂറൽ ഏരിയയിലും ഫോം ചെയ്യാം, അർബൻ ഏരിയയിലും ഫോം ചെയ്യാം. റൂറൽ ഏരിയയിൽ ഫോം ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ദ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദ ലാബിലിറ്റി ഓഫ് ദി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് അപ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അവർ കൊടുക്കുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ലിമിറ്റ് അനുസരിച്ച് കൊണ്ട് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. സെക്കൻഡ് പ്രൊവിഷൻ അതാണ് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സൊസൈറ്റി. തേർഡ് വൺ, ദ രജിസ്ട്രാർ ഈസ് ദി അതോറിറ്റി. രജിസ്ട്രാർ, നമ്മൾ നേരത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അതോറിറ്റി പറഞ്ഞതാണ്. ദ ടോപ്പ് അതോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് എംപവേർഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് രജിസ്ട്രാർ. അപ്പോൾ ഇവിടെയും ഒരു രജിസ്ട്രാർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ സൊസൈറ്റികളും, ഇപ്പോൾ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീനെ റെഗുലേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്ന ടോപ്പ് അതോറിറ്റി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ വ്യക്തി ആണ് അതിൻ്റെ ടോപ്പ് അതോറിറ്റി ആയിട്ടുണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ്, ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ലോൺസ് കുഡ് ബി ഗിവൺ ടു ദി members on personal security and immovable
സെക്യൂരിറ്റി. ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാം, അതിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, ലോൺസുകൾ പ്രൊവൈഡ്. ലോൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ലൈക്ക് വൈസ് ദ ലോൺസ് ആർ ഗിവൺ ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ദി ബേസിസ് ഓഫ് ദി പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് ഇമ്മൂവബിൾ സെക്യൂരിറ്റി. ലാസ്റ്റ് വൺ പറയുന്നത് വൺ മാൻ വൺ വോട്ട് വാസ് വൺ ഓഫ് ദി സ്പെസിഫിക് ഫീച്ചർ ഓഫ് ദിസ് ആക്ട്. വൺ മാൻ വൺ വോട്ട്. വൺ മാൻ വൺ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ട്. നമ്മൾ കമ്പനികളിലൊക്കെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ച് കൊണ്ടാണ് വോട്ടിംഗ് റൈറ്റ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൺ മോട്ടോ എന്ന് പറഞ്ഞാൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തർക്കും എല്ലാവരും എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കോമൺ ഒബ്ജക്റ്റോട് കൂടെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലെടുത്തിട്ടുള്ള ഷെയറുകൾക്ക് അനുസരിച്ച് കൊണ്ട് അവർക്ക് വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇനി പറയുന്ന ആക്ടിലൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രൊവിഷൻ അനുസരിച്ച് കൊണ്ട് ഓരോ മെമ്പർക്കും വൺ മാൻ വൺ വോട്ടാണ്. അത് വൺ ഓഫ് ദി സ്പെസിഫിക് ഫീച്ചർ ഓർ ദി പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഇത് ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ പ്രൊവിഷൻസുകളായിട്ട് പറഞ്ഞു. പക്ഷേ ഈ ആക്ടിന് ചില ഷോർട്ട് കമ്മിങ്സുകളുണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്, ഡിഫക്റ്റുകളുണ്ട്. ആ ഡിഫക്റ്റുകൾ കൂടെ നമുക്ക് പറയാം. ഡിഫക്റ്റുകൾ നമ്പർ 1 പറഞ്ഞത് there was no provision for setting up of non-cooperative credit society. Indian cooperative credit society is only for the formation of the cooperative credit society, not for the non-cooperative credit society. One of the limitation, non-cooperative credit societies എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ പറയുന്ന ആക്ടിൽ 1904 ഇല്ല എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലിമിറ്റേഷനാണ് പറയുന്നത്. കൂടാതെ there was no provision for federal societies and cooperative union. മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് പോലെ സെൻട്രൽ അതോറിറ്റി ഇല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂണിയൻസുകൾ ഇല്ല. അത് രണ്ടും ഇല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ദി ഫെഡറൽ സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് യൂണിയൻ പ്രവർത്തനങ്ങളില്ല, ഫെഡറൽ സൊസൈറ്റി ഇല്ല എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു റൂറൽ ആൻഡ് അർബൻ ഈസ് എക്സ്ട്രീംലി അൺസയൻറ്റിഫിക്. നമ്മൾ നേരത്തെ പറഞ്ഞു സൊസൈറ്റീസുകളെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, റൂറൽ സൊസൈറ്റീസ് ആൻഡ് അർബൻ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയിലെ ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു, ലിമിറ്റഡ് ആണ് അർബൻ ഏരിയയിൽ എന്ന് പറഞ്ഞു. അത് തികച്ചും അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് ഈ ആക്ടിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ ടു റൂറൽ ആൻഡ് അർബൻ ഈസ് എക്സ്ട്രീംലി അൺസയൻറ്റിഫിക്. ലാസ്റ്റ് വൺ പറഞ്ഞത് സൊസൈറ്റീസ് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓൺലി ഫ്രം മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ആക്ട് അനുസരിച്ച് കൊണ്ട് മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ലിമിറ്റേഷനും കൂടെ ഇതൊരു മേജർ ഡിഫക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ലിമിറ്റേഷൻ പറഞ്ഞത്? there was no provision for the setting up of non-credit societies, and there was no provision for federal societies and cooperative union. The classification of rural society and urban society is extremely unscientific. Societies only accept deposit from the members. ഈ പറയുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസുകളാണ്. അപ്പോൾ ഈ ലിമിറ്റേഷൻസുകൾ ഉള്ളത് കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 വാസ് റീപ്ലേസ്ഡ് ഓർ റിപ്പീൽഡ് ത്രൂ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. അതായത് ഈ ഷോർട്ട് കമ്മിങ്സുകളെ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ആക്ട് കൊണ്ടുവന്നു. ആ ആക്റ്റാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912. അപ്പോൾ ആ 1912 പല പ്രൊവിഷൻസുകളും മാറി. ഏതൊക്കെ പ്രൊവിഷൻസുകൾ മാറാം? ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഡിഫക്റ്റുകളെയും റെക്ടിഫൈ ചെയ്തു. ആ റെക്ടിഫൈ ചെയ്തപ്പോൾ all types of cooperative societies including central financing agency and cooperative union. ഒരു പ്രൊവിഷൻ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അവർക്കൊരു സെൻട്രൽ സൊസൈറ്റി ഇല്ല, അതിൽ ഫെഡറൽ സൊസൈറ്റി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് യൂണിയൻ ഇല്ല. അപ്പോൾ ആ കോപ്പറേറ്റീവ് യൂണിയൻ സൂപ്പർവൈസിങ് ആയിട്ടുള്ളൊരു യൂണിയനെയും ഒരു സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസിയെയും അപ്പോയിൻറ്റ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് പറയുന്ന പ്രൊവിഷൻ 1912 ഇൻക്ലൂഡ് ചെയ്തു. നല്ലൊരു മാറ്റം 1912 സൊസൈറ്റീസ് ആക്റ്റിൽ വന്നു. കാരണം എല്ലാ ഡിഫക്റ്റുകളെയും എന്ത് ചെയ്തു?
റെക്ടിഫൈ ചെയ്തു. അപ്പോൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സുകളും ഡെവലപ്മെൻറ്റുകളും ആ സൊസൈറ്റി കൊണ്ട് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. റൂറൽ അർബൻ എന്ന് പറഞ്ഞത് എക്സ്ട്രീംലി അൺസയൻറ്റിഫിക് ആയിരുന്നു. ആ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിനെ മാറ്റി റൂറൽ അർബൻ എന്ന് പറയുന്നതിന് പകരം അതിനെന്താക്കി മാറ്റി? അത് ഫെഡറൽ സൊസൈറ്റീസ് ആൻഡ് പ്രൈമറി സൊസൈറ്റി എന്നാക്കി മാറ്റി. ഫെഡറൽ സൊസൈറ്റീസ് ആൻഡ് പ്രൈമറി സൊസൈറ്റി. അപ്പോൾ പ്രൈമറി സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡും ഫെഡറൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്കി. നേരത്തെ നമ്മൾ റൂറൽ അർബൻ ആയിരുന്നു. റൂറൽ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡും അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡും. ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രൈമറി സൊസൈറ്റീസ് ആൻഡ് ഫെഡറൽ സൊസൈറ്റി, പ്രൈമറി പ്രാഥമിക തലത്തിലുള്ള സൊസൈറ്റി, സെൻട്രൽ തലത്തിലുള്ള സൊസൈറ്റീസുകൾ. ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റീസിൽ അൺലിമിറ്റഡ് ലാബിലിറ്റിയും ദെൻ പ്രൈമറി സൊസൈറ്റിയിൽ ലിമിറ്റഡ് ലാബിലിറ്റിയും എന്നുള്ളതാക്കി മാറ്റി. മറ്റൊരു ലിമിറ്റേഷനായിരുന്നു ഡെപ്പോസിറ്റ് ആക്സെപ്റ്റിങ്ങിനെ പറഞ്ഞത്. അത് ആ ലിമിറ്റേഷനിൽ പറഞ്ഞതാണ് സൊസൈറ്റീസ് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓൺലി ഫ്രം മെമ്പേഴ്സ്. 1912 ആക്ട് പ്രൊവിഷൻ പ്രൊവൈഡ്സ് ഫോർ ദി പെർമിഷൻ ഫോർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പർമാരിൽ നിന്നും നോൺ മെമ്പർമാരിൽ നിന്നും ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രൊവിഷൻസുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ മേജറായിട്ടുള്ള ചില മാറ്റങ്ങളാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 അതിലെ പ്രൊവിഷൻസുകളൊക്കെ എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഇൻക്ലൂഡഡ് in the Indian Cooperative Societies Act 1912 was there are 48 provisions. First one, short title and extent. Short title and extent. അതായത് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നതിൻ്റെ സാധ്യത നമ്മൾ പറഞ്ഞു. 1904 വന്നിട്ടുള്ള പല ഷോർട്ട് കമ്മിങ്സുകളെയും റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രൊവിഷൻസുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു 48 പ്രൊവിഷൻസുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ നമ്പർ 1 പ്രൊവിഷൻ പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആണ്. ഷോർട്ട് ടൈറ്റിൽ മീൻസ് ദിസ് ആക്ട് മേ ബി കോൾഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഈ ആക്ടിനെ വിളിക്കുന്ന പേര് അതാണ് ഷോർട്ട് ടൈറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്നുള്ളതാണ്. ദ റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് ആർ അപ്ലിക്കബിൾ ടു ദി സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ബാധകമായിട്ടുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന് പറയുന്ന ആക്ട്. ഇതാണ് അതിൻ്റെ എക്സ്റ്റെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ആക്ട് ഈസ് എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ അപ്ലിക്കബിൾ ടു ദി സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓൺലി. മറ്റുള്ള കൺട്രീസുകളിലൊന്നും ഈ ആക്ട് അല്ല, അതായത് കൺട്രീസുകൾക്ക് ആ പ്രൊവിഷൻസുകളാണ്, അവരുടെ ആക്ട് പ്രകാരമുള്ള പ്രൊവിഷൻസുകളാണ്. ഇന്ത്യയിൽ മാത്രമുള്ള സൊസൈറ്റികൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ടാണ് 1912. നെക്സ്റ്റ് പറയുന്നത് ഡെഫിനിഷൻസുകളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡെഫിനിഷൻസുകൾ ഈ ആക്ടിൽ അതിൻ്റെ പ്രത്യേക മീനിങ്ങോടുകൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ലെജിസ്ലേഷൻ ആയതുകൊണ്ട് ആ റൂൾസ് അനുസരിച്ച് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷൻസുകളും കോട്ട് ചെയ്തിട്ടുള്ളത്. നമ്പർ 1 ഡെഫിനിഷൻ ബൈലോ. എന്താണ് ബൈലോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ബൈലോനെ കുറിച്ച് പറഞ്ഞു. ബൈലോ ഏതൊരു സൊസൈറ്റീസുകൾക്കും ബൈലോ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ആ ബൈലോ എന്ന് പറയുന്നതാണ് സൊസൈറ്റിയുടെ റൂൾസുകളും റെഗുലേഷൻസുകളും. ബൈലോയുടെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആ സൊസൈറ്റി ഫോം ചെയ്യുമ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ബൈലോ എന്ന് പറയുന്നത് ആ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ് മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതായത് ഈ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണോ ബൈലോ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്റേർഡ് ബൈലോനെയാണ് സൊസൈറ്റിയുടെ ബൈലോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോ. അതായത് നമുക്ക് ബൈലോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള റൂൾസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷൻസുകളിലോ പ്രത്യേക സാഹചര്യങ്ങളിൽ ഓൾട്രേഷൻ വരാണ്, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അമെൻമെൻറ്റ് ചെയ്യാം. ആ അമെൻമെൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസുകളുണ്ട്. പക്ഷേ അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെയും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ബൈലോ, ദ ഡെഫിനിഷൻ ഓഫ് ബൈലോ മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോ ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോ. ബൈലോ അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ള ബൈലോ
രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാലും ബൈലോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിന് രണ്ടിനെയുമാണ് ബൈലോ എന്ന് പറയുന്ന ടേം കൊണ്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്പർ 3 പറയുന്നത് കമ്മിറ്റിയാണ്. നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിയാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വേർഡ് പറഞ്ഞിരുന്നു, പ്രൊവിഷൻ 1904 ഒരു ഗവേണിംഗ് ബോഡി ഒരു ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് പ്രൊവിഷനിൽ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗവേണിംഗ് ബോഡിയാണ് ഇവിടെ പറയുന്ന കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റി മീൻസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി to whom the management affairs are entrusted in this committee. ഈ കമ്മിറ്റിയിലാണ് ആ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ റൺ ഔട്ട് ചെയ്യുന്നത്. കമ്മിറ്റി മീൻസ് ദി ഗവേണിംഗ് ബോഡി ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ മെമ്പർ. ഹു ഈസ് ദി മെമ്പർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി? ദ ഡെഫിനിഷൻ ഓഫ് ദ മെമ്പർ സ്പെസിഫൈഡ് ഇൻ ദിസ് ആക്ട്. മെമ്പർ മീൻസ് person joining in the application for the registration of the cooperative society and a person admitted to members after the registration in accordance with the bylaw and rules. മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 10 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സാണ്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷനൊക്കെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോട് കൂടെ ബൈലോ സബ്മിറ്റ് ചെയ്യണം. അമെൻമെൻറ്റഡ് ആയിട്ടുള്ള ബൈലോ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന പല ഡോക്യുമെൻറ്റ്സുകളും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ 10 പേരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ 10 അതിൽ കൂടുതലോ ആളുകൾ ഈ സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ പേഴ്സൺസിനെ മെമ്പേഴ്സ് എന്ന് പറയും. ഇനി സൊസൈറ്റി ഫോം ചെയ്തതിന് ശേഷം രജിസ്ട്രേഷന് ശേഷം ഏതെങ്കിലും വ്യക്തികൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ആ പേഴ്സൺസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ബൈലോ, committee and member. Next definition officer ആണ്. Who is the officers of the cooperative society? Officer includes chairman, secretary, treasurer and members of the committee and any other person empowered under the Cooperative Societies Act to give the direction in regard the business. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയർമാൻ ഉണ്ടായിരിക്കും, സെക്രട്ടറി ഉണ്ടായിരിക്കും, ട്രഷറർ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞ കമ്മിറ്റിയിലെ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് കൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ ഈ സൊസൈറ്റിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അഫയേഴ്സുകളൊക്കെ ഡയറക്ഷൻ കൊടുക്കാനോ ആ നടത്തിപ്പിന് വേണ്ടിയോ ഒരു അഡ്മിനിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളും ഓഫീസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പോൾ ഓഫീസർ ഇൻക്ലൂഡ്സ് ദ ചെയർമാൻ, treasurer, secretary, members of the committee or any other person who is empowered to give the direction in connection with the business of the society. Next one, registered society. രജിസ്റ്റേർഡ് സൊസൈറ്റി. എന്താണ് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് സൊസൈറ്റി മീൻസ് രജിസ്റ്റേർഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് 1912. ഒരു സൊസൈറ്റിയെ രജിസ്റ്റേർഡ് സൊസൈറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ രജിസ്റ്റേർഡ് സൊസൈറ്റി മീൻസ് registered, so a society is registered or deemed to be registered under this act. Another one, registrar. രജിസ്ട്രാർ ആണ് നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. ഹു ഇസ് ദ രജിസ്ട്രാർ? രജിസ്ട്രാർ മീൻസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർ ദിസ് ആക്ട്. രജിസ്ട്രാർ ആരാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു ഇൻട്രഡക്ഷനിൽ പറഞ്ഞതാണ്, ടോപ്പ് അതോറിറ്റിയാണ്. അപ്പോൾ രജിസ്ട്രാറിനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിൽ പറയുന്ന ഡെഫിനിഷനിൽ പറയുന്ന രജിസ്ട്രാർ അതാണ്. ഇപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കേരള ഗവൺമെൻറ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും അതിൻ്റെ ടോപ്പ് അതോറിറ്റിയിലൊരു രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഈ ആക്ടിൽ സ്പെസിഫൈ ചെയ്തുള്ള സൊസൈറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്, അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ലാസ്റ്റ്
definition includes in this act rules. What is the rules? Definition of the rules. Rules means rules under this act. Rule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിൽ എന്തെല്ലാം റൂൾസുകളുണ്ടോ ആ റൂൾസുകളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ റൂൾസ് എന്ന് പറയുന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന പ്രൊവിഷനാണ് രജിസ്ട്രേഷൻ. The act specify another provision about the registration. രജിസ്ട്രേഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്പർ 1 രജിസ്ട്രാർ. ആരാ രജിസ്ട്രാർ എന്ന്? സൊസൈറ്റീസ് വിച്ച് മേ ബി ഏതൊക്കെ ടൈപ്പുള്ള സൊസൈറ്റീസുകൾ രജിസ്റ്റർ ചെയ്യാം. റെസ്ട്രിക്ഷൻ ഓൺ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഓഫ് രജിസ്ട്രേഷൻ. നെക്സ്റ്റ് പവർ ഓഫ് രജിസ്ട്രേഷൻ ടു ഡിസൈഡ് സർട്ടൻ ക്വസ്റ്റ്യൻസ്. അതിൽ രജിസ്ട്രാർ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രാർ ഈസ് ദ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു റെഗുലേറ്റ് ഓർ കൺട്രോൾ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എംപവേർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദാറ്റ് ഈസ് പേഴ്സൺ ഈസ് രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇനി രജിസ്ട്രാറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒരു വ്യക്തിയെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചില കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനായിട്ട്, അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെയും കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും കൂടെ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരമോ ജനറൽ ആയിട്ടുള്ള ഓർഡർ പ്രകാരമോ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം. അസിസ്റ്റൻസിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാം. ചില പവേഴ്സുകൾ മാത്രം ആൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിയും രജിസ്ട്രാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ്ലി അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയും, ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ രജിസ്ട്രാറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണും ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി ഡെഫിനിഷൻ ഓഫ് ദി രജിസ്ട്രാർ. നെക്സ്റ്റ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എങ്ങനെയുള്ള സൊസൈറ്റികൾക്കാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പോൾ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റോട് കൂടെ ആ ഇൻട്രസ്റ്റിനെ ഓബ്ജക്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ചില വ്യക്തികളുടെ കൂട്ടായ്മയാണ് കോപ്പറേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റി. അപ്പം അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റീസുകൾ എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ എ സൊസൈറ്റി വിച്ച് ഹാസ് എ ഒബ്ജക്റ്റ് of the promotion of the economic interest of the members in accordance with the accounting principle. അപ്പോൾ ആ സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടും അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. അതായത് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ സൊസൈറ്റീസിനെ ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് ഫെഡറൽ സൊസൈറ്റീസുകളെ രജിസ്റ്റർ ചെയ്യാം. ദ ലാബിലിറ്റി ഓഫ് ദി primary society shall be unlimited. The society may be registered as the liability of the primary society shall be unlimited and liability of the federal societies shall be limited. ഇങ്ങനെ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് സൊസൈറ്റീസുകൾ ഫോം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടുള്ള സൊസൈറ്റീസുകളെ ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റഡ് ലാബിലിറ്റിയിൽ വരുന്ന മെമ്പേഴ്സിന് ചില റെസ്ട്രിക്ഷൻസുകളുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സൊസൈറ്റീസുകളിൽ ഇപ്പം നമുക്ക് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ലിമിറ്റഡിൻ്റെ മീനിങ്? അവരെടുത്തിട്ടുള്ള ലിമിറ്റഡ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദി ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ്. അവരെത്രയാണോ ഷെയർ എടുത്തുള്ളത് ആ ഷെയറിന് മാത്രമേ അവർക്ക് ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചില റെസ്ട്രിക്ഷൻസുകൾ പറയുന്നുണ്ട്. കോമൺ ആയിട്ടും അവർക്ക് പറയുന്ന പ്രിവിലേജസുകളും റൈറ്റ്സുകളും പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റീസിലെ മെമ്പേഴ്സിന് അവരുടെ ഈ പറയുന്ന ചില കണ്ടീഷൻസ് പ്രകാരം റെസ്ട്രിക്ഷൻസുകൾ പറയുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസിൽ ഒന്നെന്ന് പറഞ്ഞാൽ നോ മെമ്പർ അതർ ദാൻ ദ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ ഹോൾഡ് മോർ ദാൻ 1/5 ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. അതായത് ലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റിയിലെ മെമ്പർ അതർ സൊസൈറ്റിയിൽ മെമ്പർ ആവുന്നുണ്ടെങ്കിൽ അവർ തന്നെ ആ സൊസൈറ്റിയിൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല.
അതാണ് ഒന്ന് പറയുന്നത്. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 റുപ്പീസിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന ഷെയറിൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനോ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 പ്രൊട്ടക്ഷൻസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓൺ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റൽ. No member other than registered society shall hold more than 1/5 of the total share capital or have a claim any interest in the share of the societies exceeding 1000 rupees. ഇത്രേ ഈ പോയിൻ്റ് ഒന്നും കൂടെ മനസ്സിലാകണം. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള സൊസൈറ്റീസിലെ മെമ്പേഴ്സിന് അവരുടെ ഒരു റെസ്ട്രിക്ഷൻ, പവറിലുണ്ടാകുന്ന റെസ്ട്രിക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റിലുണ്ടാകുന്ന റെസ്ട്രിക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റ് സൊസൈറ്റീസുകളിൽ 1/5 ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റൈറ്റ് ഉണ്ടാവില്ല, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1000 റുപ്പീസിനേക്കാളും ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ മറ്റ് ക്ലെയിമുകൾക്കും അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. That is specifies in the restriction on the interest of members of limited liability society. Next, conditions of registration. Conditions of registration. Registration ചെയ്യാനുള്ള കണ്ടീഷൻസുകളാണ്. അതായത് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആകണമെന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് above the age of the 18 years. Such persons reside in the same town or village or in the same group of village or members of the same tribe, class or caste or occupation. മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലേജിലോ അല്ലെങ്കിൽ ആ റിസൈഡിങ് ഏരിയയിലോ അല്ലെങ്കിൽ ഒരു സെയിം ഒക്യുപ്പേഷനിലോ സെയിം കാസ്റ്റിലോ ട്രൈബിലോ ഉൾപ്പെടുന്ന പേഴ്സൺസുകൾക്കെല്ലാം 10 പേരടങ്ങുന്ന ആളുകളായി കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാം. ഇനി സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ പേരിനോട് ചേർന്നുകൊണ്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡ് ഇൻക്ലൂഡ് ചെയ്യണം. അതും ഒരു രജിസ്ട്രേഷൻ്റെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ദ വേർഡ് ലിമിറ്റഡ് ഷാൽ ബി ഇൻക്ലൂഡഡ് in the name of the limited society. സൊസൈറ്റിയുടെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡ് അതിനോടുകൂടെ ചേർത്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പവർ ഓഫ് ദി രജിസ്ട്രേഷൻ ടു ഡിസൈഡ് സെർട്ടൈൻ ക്വസ്റ്റ്യൻസ്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൊസൈറ്റിയുടെ ചില ക്വസ്റ്റ്യൻസുകൾ, ചില അവസരങ്ങളിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ റൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ആൻസറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരാനുള്ള പവർ രജിസ്ട്രാർക്കാണ്. അതായത് ആ സൊസൈറ്റിയിലെ മെമ്പർ അഗ്രികൾച്ചറിസ്റ്റ് ആണോ, നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആണോ, അല്ലെങ്കിൽ അയാൾ സെയിം ട്രൈബിലുള്ള ആളാണോ, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ അത് തന്നെയാണോ, അല്ലെങ്കിൽ കാസ്റ്റ് എങ്ങനെയാണോ, അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ സംശയങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ് എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനുള്ള പവർ. അനദർ പ്രൊവിഷൻ ഇൻക്ലൂഡഡ് ഇൻ ദി ആക്ട് ഇൻ കൺസേൺ വിത്ത് ദ രജിസ്ട്രേഷൻ 8 പോയിന്റ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത പേഴ്സൺസ് അപ്ലൈ ചെയ്യണം, അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. രജിസ്ട്രാർക്കാണ് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. 10 വ്യക്തികളെങ്കിലും അതിൽ സൈൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്തിട്ടുള്ള 10 വ്യക്തികളെങ്കിലും സൈൻ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനോട് കൂടെ ബൈലോസ്, രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബൈലോ, അതുപോലെ തന്നെ അമെൻഡഡ് ആയിട്ടുള്ള ബൈലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബൈലോ വെക്കണം. അമെൻമെൻറ്റ് വരിക രജിസ്ട്രേഷന് ശേഷമായിരിക്കും. കൂടാതെ രജിസ്ട്രാർ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്രയും ഡോക്യുമെൻറ്റ്സുകൾ കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ആയി. അപ്പോൾ അതാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ പറയുന്നത്. ഡോക്യുമെൻറ്റ്സുകൾ ഈ പറയുന്ന ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സുകളും ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. നെക്സ്റ്റ് രജിസ്ട്രേഷനാണ്. ഈ അപ്ലിക്കേഷൻസുകൾ സൊസൈറ്റിയുടെ രജിസ്ട്രാർ അയാൾ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ റൂൾസുകളും റെഗുലേഷൻസുകളും യാതൊരു വിരുദ്ധമല്ലാത്ത രീതിയിലാണ് ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ സൊസൈറ്റിയുടെ റൂൾസുകളും റെഗുലേഷൻസുകളും ആക്ടിന് അക്കോർഡിംഗ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ, അതിന് യോജിച്ച് വരുന്നതാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതായിട്ട് രജിസ്ട്രാർ എംപവർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഫുൾഫിൽ ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞ ലാസ്റ്റ് വൺ, അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോസ് ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ ബൈലോസുകൾ
എന്തെങ്കിലും സാഹചര്യങ്ങളിൽ അമെൻമെൻറ്റുകൾ വരുത്താൻ ആൾട്രേഷൻ ഉണ്ടാകാനോ പ്രൊവിഷൻസുകളിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ ഉണ്ടാകാനോ സാധ്യത വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അമെൻഡഡ് ആയിട്ടുള്ള ബൈലോസുകളും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത്രയും പോയിൻറ്റ്സുകളാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തീർക്കാനുള്ളത്. ഇതിൻ്റെ സെക്ഷൻസുകൾ പ്രൊവിഷൻസുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, 10 പോയിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസുകൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊവിഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം.